2000 രൂപ ഇനിയും കൈവശമുള്ളവരുണ്ടോ എങ്കിൽ സൂക്ഷിച്ചു വയ്ക്കരുത്. പകരം ഈ പണം RBI ബ്രാഞ്ചുകളിൽ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കാം. കൂടാതെ തുല്യമായ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തിരിച്ചു നിക്ഷേപിക്കും. ഓർമ്മയുണ്ടോ 2000 രൂപ നോട്ട്? ഇന്ത്യയുടെ നോട്ട് നിരോധനവും അതിനെ തുടർന്നെത്തിയ പുതിയ 2000 രൂപ നോട്ടുകളും പിന്നീട് അവ വിപണിയിൽ നിന്ന് പിൻവലിച്ച നടപടിയെല്ലാം എന്തായിരുന്നു അല്ലേ അന്ന്? മറക്കാൻ സാധ്യതയില്ല. സാമ്പത്തിക രംഗത്ത് തന്നെ ഇന്ത്യ നടത്തിയ വിപ്ലവകരമായ നീക്കം തന്നെയാണ് നോട്ട് നിരോധനം. നോട്ട് നിരോധനത്തിന് ശേഷം റിസർവ് ബാങ്ക് പുറത്തിറക്കിയതാണ് 2000 രൂപയുടെ ആ ഒറ്റ നോട്ട്. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഈ നോട്ട് പിൻവലിക്കാൻ RBI തന്നെ തീരുമാനിക്കുന്നതും ഏറെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. നോട്ട് കൈവശം വെച്ചാൽ പെട്ടുപോകുമെന്ന് പോലും ചിന്തിച്ചു. ഉടൻ തന്നെ കൈവശമുള്ള 2000 രൂപയുടെ നോട്ടുകൾ ബാങ്കുകളിലെത്തി മാറ്റി വാങ്ങാമെന്നായിരുന്നു അന്ന് RBI പറഞ്ഞ നിർദ്ദേശം. നോട്ടുകൾക്ക് തുല്യമായ മറ്റു കറൻസികൾ അന്ന് ബാങ്ക് തിരികെയും നൽകിയിരുന്നു. ഈ നടപടിയുടെ കാലാവധി പൂർത്തിയായിട്ടും തിരിച്ചെത്താൻ നോട്ടുകൾ ബാക്കിയായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. അന്ന് 3.56 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് വിപണിയിൽ ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 31 വരെ തിരിച്ചെത്തിയ 2000 രൂപയുടെ കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് RBI പുറത്തുവിട്ടത്. 98.42% നോട്ടും തിരിച്ചെത്തിയെന്ന് പറയുന്നുണ്ട്. ഇനി 2000 രൂപയുടെ നോട്ടുകളിൽ 5609 കോടി രൂപയുടെ ബാലൻസാണ് തിരിച്ചെത്താനുള്ളത്. ഇത് വ്യക്തികളുടെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് RBI പറയുന്നത്. ഈ പണം കൈകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി സുരക്ഷിതമായിട്ട് തന്നെ മാറ്റാൻ സാധിക്കും. പണം നിങ്ങൾ അടുത്തുള്ള ബ്രാഞ്ചുകളിൽ ഏൽപ്പിക്കാം. 2000 രൂപ ഇനിയും കൈവശമുള്ളവർ RBI ബ്രാഞ്ചുകളിൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്നും RBI പറയുന്നു. പകരം തുല്യമായ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. 2000-ന്റെ എത്ര രൂപ വേണമെങ്കിലും RBI ബ്രാഞ്ചിൽ എത്തിച്ച് മാറ്റി വാങ്ങാം. നിലവിലുള്ള KYC ചട്ടങ്ങൾ ബാധകമായിരിക്കും എന്നു മാത്രം. ജൻധൻ അക്കൗണ്ടുകൾ, ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയിലൂടെയാണ് മാറ്റിയെടുക്കുന്നത് സാധ്യമാവുക. എങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് പാൻ കാർഡ് നിർബന്ധവുമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.